അടുത്ത ക്വസ്റ്റ്യൻ, വയലറ്റ് നിറത്തിൻ്റെ തരംഗദൈർഘ്യം 400 മുതൽ 450 nm ആണ്. കണക്റ്റിംഗ് പോയിൻറ്റ്സ്, നിറങ്ങൾ, തരംഗദൈർഘ്യം. പച്ചയുടെ തരംഗദൈർഘ്യം 500 nm to 570 nm, മഞ്ഞയുടേത് 570 nm to 590 nm, ഓറഞ്ച് 590 nm to 620 nm, ചുവപ്പ് 620 nm to 700 nm. അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഉപയോഗം എന്ത്? വാഹനത്തിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. കണക്റ്റിംഗ് പോയിൻറ്റ്സ്, കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മറ്റുപയോഗങ്ങൾ. ഒരു വിജിലൻസ് കണ്ണാടിയായി ഉപയോഗിക്കുന്നു. തെരുവ് വിളക്കുകളിലെ റിഫ്ലക്ടറുകളിൽ ഉപയോഗിക്കുന്നു. മൈക്രോസ്കോപ്പിൻ്റെ സൂര്യപ്രകാശം പ്രതിഫലിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് സമതല ദർപ്പണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ ഏതെല്ലാമാണ് കോൺവെക്സ് ലെൻസിൻ്റെ സവിശേഷതകൾ? 1, 2, 3. മധ്യഭാഗം കട്ടി കൂടിയതും വശങ്ങൾ ഇടുങ്ങിയതുമാണ്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്ന സംവ്രജന ലെൻസ് എന്നറിയപ്പെടുന്നു. കണക്റ്റിംഗ് പോയിൻറ്റ്സ്, കോൺവെക്സ് ലെൻസിൽ നിന്നുള്ള പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്ററാണ്. വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് അഥവാ ഉത്തല ലെൻസ്. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം പോസിറ്റീവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കാൻ ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഉപയോഗിക്കാൻ കാരണം എന്താണ്? വിസരണം കുറവായതിനാൽ. അതാണ് അതിൻ്റെ ആൻസർ. കണക്റ്റിംഗ് പോയിൻറ്റ്സ്, സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ വായുവിലുള്ള വിവിധ വസ്തുക്കളിൽ, അതായത് പൊടിപടലങ്ങൾ, വാതക തന്മാത്രം, ജലകണികകൾ എന്നിവയിൽ തട്ടി പ്രകാശത്തിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നതിനെയാണ് വിസരണമെന്ന് പറയുന്നത്. ഇൻഫ്രാറെഡ് കിരണങ്ങൾക്ക് വിസരണം കുറവായതിനാൽ വ്യക്തമായ ചിത്രങ്ങൾ ലഭിക്കും. അതിനാലാണ് വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കാൻ ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഉപയോഗിക്കുന്നത്. തരംഗദൈർഘ്യം കൂടിയ നിറങ്ങൾക്ക് വിസരണം കുറവായിരിക്കും, അനുസരിച്ച് വിസരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ലെൻസിൻ്റെ പവർ 2D എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ലെൻസിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന. 50 cm ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ്. കണക്റ്റിംഗ് പോയിൻറ്റ്സ്, ലെൻസിൻ്റെ പവർ കാണാൻ P = 1/f, ഫോക്കസ് ദൂരം കാണാൻ F = 1/p. P = 2, F = 1/2 = 0.5, മീറ്റർ = 50 മീറ്റർ. തന്നിരിക്കുന്ന ലെൻസിൻ്റെ പവർ പോസിറ്റീവ് ആയതിനാൽ ഇതൊരു കോൺവെക്സ് ലെൻസാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനേത്രത്തിൻ്റെ വീക്ഷണ സ്ഥിരത എത്രയാണ്? 1/16 ആണ്. കണക്റ്റിംഗ് പോയിൻറ്റ്സ്, പ്രകാശം തിരിച്ചറിഞ്ഞ് കാഴ്ചാനുഭവം സാധ്യമാകുന്ന ഇന്ദ്രിയമാണ് കണ്ണ്. വീക്ഷണ സ്ഥിരത എന്നത് ഒരു ദൃശ്യാനുഭവമാണ്. അവിടെ ഒരു ചിത്രം കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമായ ശേഷവും അതിൻ്റെ തുടർച്ചയായ സാന്നിധ്യം മനുഷ്യൻ്റെ കണ്ണിന് അനുഭവപ്പെടുന്നു. ഈ ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ 1/16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കും. 0.0625 സെക്കൻഡിനകത്ത് ഒന്നിലധികം ദൃശ്യങ്ങൾ കണ്ടാൽ അവയുടെ എല്ലാം പരിണിത ദൃശ്യാനുഭവം കണ്ണിലുണ്ടാകും. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, 2, 3 ശരിയാണ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. വസ്തുക്കളുടെ ഉപരിതലങ്ങളിൽ തട്ടി പ്രകാശരശ്മികൾ അതേ മാധ്യമത്തിലേക്ക് തിരികെ വരുന്നതിനെ പ്രകാശ പ്രതിപതനമെന്ന് പറയുന്നു. 2 ദർപ്പണങ്ങൾ അഭിമുഖമായി ചേർത്ത് വരത്തക്ക വിധത്തിൽ ക്രമീകരിച്ചിരിക്കുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടുന്നു. കണക്റ്റിംഗ് പോയിൻറ്റ്സ്, മിനുസമുള്ള പ്രതലത്തിൽ പതിക്കുമ്പോൾ പ്രകാശം ക്രമമായി പ്രതിപതിക്കുന്നു. മിനുസമില്ലാത്ത പ്രതലത്തിൽ പതിക്കുമ്പോൾ പ്രകാശം ക്രമമല്ലാതെ പ്രതിപതിക്കപ്പെടുന്നു. ഇത് വിസരിത പ്രതിപതനം എന്നറിയപ്പെടുന്നു. 2 ദർപ്പണങ്ങൾ അഭിമുഖമായി ചേർത്തു വരാത്തക്ക വിധത്തിൽ ക്രമീകരിക്കുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടുന്നു. ഇത് ആവർത്തന പ്രതിപതനമെന്നും അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത് ഏത്? പ്രകാശത്തിന് പ്രകീർണം ഉണ്ടാകുന്നു. ഇത് സമതല ദർപ്പണത്തിന് ബാധകമല്ല. കണക്റ്റിംഗ് പോയിൻറ്റ്സ്, പ്രകാശം നന്നായി പ്രതിപതിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ.
പ്രതിചലനത്തിൻ്റെ സവിശേഷതകൾ അനുസരിച്ച് ദർപ്പണങ്ങളെ മൂന്നായി തിരിക്കാം. സമതല ദർപ്പണം, കോൺവെക്സ് ദർപ്പണം, കോൺകേവ് ദർപ്പണം. സമതല ദർപ്പണം എന്ന് വെച്ചാൽ പ്രതിപതനം നിരപ്പായ ദർപ്പണമാണ് സമതല ദർപ്പണം. സമതല ദർപ്പണം എന്ന് വെച്ചാൽ പ്രതിപതന തലം നിരപ്പായ ദർപ്പണമാണ് സമതല ദർപ്പണം. മുഖം നോക്കാൻ ഉപയോഗിക്കുന്നത് ഈ ദർപ്പണമാണ്. കലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ് എന്നിവയിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നു. അടുത്ത് പ്രസ്താവന. സൂര്യോദയത്തിൽ അല്പം മുൻപും സൂര്യാസ്തമയത്തിനു ശേഷവും സൂര്യപ്രകാശം കാണാൻ കഴിയുന്നു. കാരണം സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ടു മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്ക് വ്യതിയാനമുണ്ടാകുന്നു. ഇത് രണ്ടും ശരിയാണ്. ഒന്നാമത്തിൻ്റെ വിശദീകരണമാണ് രണ്ടാമത്തെ പ്രസ്താവന. എൻ്റെ കണക്റ്റിംഗ് പോയിൻറ്റ്സ്: സൂര്യോദയത്തിന് അല്പം മുൻപും സൂര്യാസ്തമയത്തിനു ശേഷവും സൂര്യപ്രകാശം കാണാൻ കഴിയുന്നു. അതിന് കാരണം അപവർത്തനം എന്ന പ്രകാശ പ്രതിഭാസമാണ്. സൂര്യന് ചുറ്റുമുള്ള വളയത്തിനു കാരണം ഡിഫ്രാക്ഷൻ. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. അടുത്തൊരു